ശബരിമല തന്ത്രി കുടുംബം നാണക്കേടിന്റെ പടുകുഴിയിൽ വീഴുന്നത് ഇതാദ്യമല്ല. ചെങ്ങന്നൂർ മുണ്ടങ്കാവ് താഴമൺമഠത്തിന്റെ മുഴുവൻ സത്പേരും ചോദ്യം ചെയ്യപ്പെട്ട ആദ്യ സംഭവമുണ്ടായത് 2 പതിറ്റാണ്ട് മുമ്പെയാണ്. ഇപ്പോൾ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുവിന്റെ പിതൃസഹോദരനും അന്നത്തെ ശബരിമല വലിയ തന്ത്രിയുമായ കണ്ഠരര് മഹേശ്വരരുവിന്റെ മകൻ കണ്ഠരര് മോഹനരാണ് അന്ന് കുടുംബത്തിനാകെ നാണക്കേടുണ്ടാക്കിയത്. കേരളത്തിലെ ആദ്യ വനിതാ ഗുണ്ട എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശിനി ശോഭ ജോണും സംഘവും മോഹനരുവിനെ ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും തട്ടിയെന്ന കേസ് പുറത്തു വന്നപ്പോൾ തന്ത്രിയുടെ സദാചാരവിരുദ്ധമായ പെരുമാറ്റമാണ് പൊതുസമൂഹം ചർച്ച ചെയ്തത്. തന്ത്രി ഫ്ളാറ്റിലെത്തിയത് അനാശാസ്യത്തിനല്ലെന്ന് പിൽക്കാലത്ത് കോടതി കണ്ടെത്തിയെങ്കിലും മോഹനരുവിനുണ്ടായ ചീത്തപ്പേര് അതുകൊണ്ടൊന്നും മാറുന്നതായിരുന്നില്ല. തന്ത്രി കേസ് എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ സംഭവമുണ്ടായത് 2006-ലാണ്. ആ വർഷം ജൂലൈ 23-ന് മോഹനര് കൊച്ചിയിലെ ശോഭയുടെ ഫ്ളാറ്റിലെത്തിയപ്പോൾ കത്തിയും കളിത്തോക്കും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി ശരീരത്തിലണിഞ്ഞിരുന്ന 27.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും 20,000 രൂപയും കവർന്നതായിരുന്നു കേസ്. തുടർന്ന് ശാന്ത എന്ന സ്ത്രീയെയും മോഹനരെയും ബലം പ്രയോഗിച്ച് നഗ്നരാക്കി വിവിധ പോസ്റ്റുകളിലെ ഫോട്ടോ എടുത്തു. ഫോട്ടോ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും പോലീസ് കണ്ടെത്തി. കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് 2012-ൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികളായ ശോഭ ജോൺ, ബിച്ചു റഹ്മാൻ, കെ പനി, അബ്ദുൾ സത്താർ, മജീദ്, ഷെരീഫ് എന്നിവർക്ക് 7 വർഷം തടവും പിഴയും കോടതി വിധിച്ചു. അബ്ദുൾ സഹദ്, അസീസ്, ബിജി പീറ്റർ എന്നീ പ്രതികളെ 4 വർഷം തടവിന് ശിക്ഷിച്ചു. തന്ത്രിയെ കുടുക്കിയതിന്റെ ബുദ്ധികേന്ദ്രം ശോഭ ജോണും ബിച്ചു റഹ്മാനുമാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തന്ത്രി ഇവരുടെ ഫ്ളാറ്റിലെത്തിയത് അനാശാസ്യത്തിനല്ലെന്ന് വിലയിരുത്തിയ കോടതി മറിച്ചു തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിനു മുമ്പ് 3 തവണ തന്ത്രി മോഹനര് ശോഭയുടെ ഫ്ളാറ്റിലെത്തിയിരുന്നു. തന്റെ പുതിയ ഫ്ളാറ്റിലേക്ക് ജോലിക്കാരിയെ അന്വേഷിച്ചാണ് ഇവിടെ വന്നതെന്നായിരുന്നു തന്ത്രിയുടെ വാദം. ശാന്ത ഏർപ്പാടാക്കിയ വേലക്കാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ മോഹനര് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭ ജോൺ 4-ാം പ്രതി ബിച്ചു റഹ്മാനും കൂട്ടാളികളുമായി ചേർന്ന് പദ്ധതിയിട്ട പ്രകാരം സ്വർണവും പണവും തട്ടിയെടുക്കുകയായിരുന്നെന്നാണ് പോലീസും കണ്ടെത്തിയത്. തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കുന്നതിന് പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അന്ന് അംഗീകരിക്കുകയുമുണ്ടായി. എന്നാൽ വരാപ്പുഴ പെൺവാണിഭം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, ബ്ലേഡ് മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയടക്കം നിരവധി കേസുകൾ പ്രതിയായ ശോഭ ജോണുമായുള്ള തന്ത്രിയുടെ ബന്ധം കേസിന്റെ പല ഘട്ടങ്ങളിലും വലിയ സംശയങ്ങൾ ഉയർത്തിയിരുന്നു. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഭക്ത്യാദരപൂർവ്വം കാണുന്ന തന്ത്രിയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച പല ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു. 2007-ൽ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ തന്ത്രി മോഹനരോട് മന്ത്രങ്ങളെക്കുറിച്ച് ചോദിച്ചതും മാധ്യമവാർത്തകൾ നിറഞ്ഞ സംഭവമാണ്. മോഹനരുവിനെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നതിലേക്കും കാര്യങ്ങളെത്തി. പിന്നീട് ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷം എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ബോർഡ് നിലപാട് മാറ്റിയത്. താൻ അറിയാതെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചെന്ന് ആരോപിച്ച് മോഹനരുവിനെതിരെ 2019-ൽ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും ഉണ്ടായി. ശബരിമല വലിയ തന്ത്രിയായിരുന്ന ചെങ്ങന്നൂർ മുണ്ടങ്കാവ് താഴമൺമഠത്തിലെ കണ്ഠരര് മഹേശ്വരരുവിന്റെ മൂത്ത മകനാണ് കണ്ഠരര് മോഹനര്. ഇപ്പോഴത്തെ ശബരിമല തന്ത്രി മഹേഷ് മോഹനര് ഇദ്ദേഹത്തിന്റെ മകനും രാഹുൽ ഈശ്വർ സഹോദരീപുത്രനുമാണ്. കണ്ഠരര് രാജീവര് സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകുമ്പോൾ മോഹനരുവിന് പിന്നാലെ ഭക്തരുടെ മനസ്സിലെ മറ്റൊരു വിഗ്രഹം കൂടിയാണ് തകരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.